തിരുവനന്തപുരം വർക്കലയിൽ 19-കാരിയെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവത്തിന്റെ ഞെട്ടലിലാണ് കേരളം. 23-കാരി സൗമ്യയുടെ കൊലപാതകം മുതൽ വർക്കല പെൺകുട്ടി വരെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലയും കൊല്ലാക്കൊലയും തുടരുകയാണ്. 14 വർഷത്തിനിടെ ഇത്തരത്തിലുള്ള 13 ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായത്. വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് ചവിട്ടി പുറത്തേക്കിടപ്പെട്ട പെൺകുട്ടി ഗുരുതരമായി പരുക്കേറ്റ് തിരിച്ചുവരവിനായി പോരാടുകയാണ്. സ്ത്രീകൾക്ക് യാതൊരു സുരക്ഷയുമില്ലാത്ത റെയിൽവേ കമ്പാർട്ട്മെന്റുകൾ, മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചും യഥേഷ്ടം അക്രമികൾ ട്രെയിനുകളിൽ കയറി സഞ്ചരിക്കുകയാണ്. ലേഡീസ് കോച്ചുകളിൽ പോലും അക്രമികൾ കടന്നു കയറുന്നു. നമ്മുടെ റെയിൽവേ ട്രാക്കുകളിൽ കൂടുതൽ കനം വയ്ക്കുന്ന ചോരക്കറകൾ നിറയുകയാണ്. ഗോവിന്ദച്ചാമി ട്രെയിനിൽ നിന്നും ട്രാക്കിലേക്ക് തള്ളിയിട്ട് ക്രൂരമായി കൊലപ്പെടുത്തിയ പെൺകുട്ടി കേരളത്തിന്റെ കണ്ണീരോർമ്മയാണ്. ആ കണ്ണീരിന്റെ പെരുമഴ തോരും മുൻപേ വീണ്ടും ട്രാക്കും ട്രെയിനുകളും അപകടങ്ങളുടെ കെണികളാവുകയാണ്. ഏറ്റവും ഒടുവിൽ വർക്കലയിൽ നടന്ന സംഭവമാണ് ഞെട്ടിക്കുന്നത്. ഓടുന്ന ട്രെയിനിൽ നിന്നും 19-കാരിയെ മദ്യപൻ ചവിട്ടി പുറത്തേക്കിട്ട സംഭവത്തോടെ സ്ത്രീകൾക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോലും ഭീതിയുണ്ടാക്കുന്നതാണ്. കേരള എക്സ്പ്രസിൽ ഞായറാഴ്ച വൈകിട്ടോടെയാണ് ശ്രീകുട്ടിയും അർച്ചനയും ആലുവയിൽ നിന്നും ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര തുടങ്ങിയത്. ജോലി ആവശ്യത്തിനായി ഏറ്റുമാനൂരിലേക്ക് പോയ തിരുവനന്തപുരം വെള്ളറട സ്വദേശി സുരേഷ് കുമാർ കോട്ടയത്ത് നിന്ന് മദ്യപിച്ചാണ് ട്രെയിനിൽ കയറിയത്. ശുചിമുറി ഭാഗത്തായിരുന്നു ഇയാളുടെ നിൽപ്പ്. രാത്രി 8:30 വർക്കലയിൽ നിർത്തിയ കേരള എക്സ്പ്രസ് വീണ്ടും പുറപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് പെൺകുട്ടികൾ ശുചിമുറിയിലേക്ക് പോയത്. ശ്രീകുട്ടി വാതിലിന് സമീപം നിന്ന ശേഷം അർച്ചന ശുചിമുറിയിൽ കയറി. ഈ സമയം ഒരു പ്രകോപനവുമില്ലാതെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ശ്രീകുട്ടിക്ക് നേരെയുള്ള പ്രതിയുടെ ആക്രമണം. പിന്നിൽ നിന്നും നടുവിന് ചവിട്ടി പ്രതി പെൺകുട്ടിയെ ട്രെയിനിന് പുറത്തേക്കിട്ടു. ശ്രീകുട്ടിയെ ചവിട്ടി പുറത്തേക്കിടുന്നത് കണ്ടുകൊണ്ട് ശുചിമുറിയിൽ നിന്നിറങ്ങി വരികയായിരുന്ന അർച്ചനയെയും ഇയാൾ കയ്യിൽ കടന്നു കയറി പിടിച്ച് പുറത്തേക്കിടാൻ ശ്രമിച്ചു. കമ്പാർട്ട്മെന്റിലെ കമ്പിയിൽ തൂങ്ങിപ്പിടിച്ച് കിടക്കുകയായിരുന്ന അർച്ചനയെ നിലവിളി കേട്ട് മറ്റു യാത്രക്കാർ എത്തിയാണ് രക്ഷിച്ചത്. ചേച്ചി, ഞങ്ങൾ ട്രെയിനിലിരിക്കുമായിരുന്നു. ഇരുന്ന സമയത്ത് ഒരു ബന്ധമില്ലാതെ ഇയാൾ വന്ന് നടുവിന് ചവിട്ടി അങ്ങ് തള്ളിയിടുമായിരുന്നു പുള്ളിക്കാരിയെ. ഞാൻ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ കയ്യും എൻ്റെ കാലും പിടിച്ച് എന്നെയും പിടിച്ചങ്ങ് തള്ളി. ഞാൻ പാതി പുറത്തായി. അവിടെ നിന്നൊരു ചേട്ടൻ പിടിച്ച് കയറ്റിയതുകൊണ്ട് രക്ഷപ്പെട്ടില്ലെങ്കിൽ അതെവിടെ നിന്നാണ് കയറുന്നതെന്ന് അറിയത്തില്ല. ഞങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ട് പുറത്തിറങ്ങി നിൽക്കുമായിരുന്നു. നിന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഇയാൾ മുതുവിന് ചവിട്ടുമായിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ചവിട്ടാനുണ്ടായിരുന്ന ഒരു കാരണം അയാളടുത്ത് നോക്കുകയോ മിണ്ടയോ എടുക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അയാൾ വന്നു ചവിട്ടി. ഇയാളെ അങ്ങ് ചവിട്ടി എൻ്റെ കൈ എൻ്റെ കാലിനെ പിടിച്ച് എന്നെയും പാതി പുറത്തിട്ടു. എന്താ അതിനുണ്ടായ റീസൺ എന്നൊന്നും അറിയത്തില്ല. ഈ പുള്ളി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. വർക്കലയിൽ നിന്നും 2 കിലോമീറ്ററോളം മാറി റോഡില്ലാത്ത പൊന്തക്കാട് നിറഞ്ഞ വിജന പ്രദേശത്തെ 2 ട്രാക്കുകളുടെ നടുവിലേക്കായിരുന്നു ശ്രീകുട്ടി തെറിച്ചു വീണത്. ചോരവാർന്ന് മെറ്റലിൽ കമിഴ്ന്നു കിടക്കുകയായിരുന്ന ശ്രീകുട്ടിക്ക് ചെറിയൊരു ഞരക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെൺകുട്ടി തീവണ്ടിയിൽ നിന്ന് വീണതോടെ യാത്രക്കാർ ചങ്ങല വലിച്ച് കേരള എക്സ്പ്രസ് നിർത്തി. കുറച്ചു ദൂരം മുന്നോട്ട് നീങ്ങി അയന്തി പാലത്തിന് സമീപമാണ് തീവണ്ടി നിന്നത്. പെൺകുട്ടി തീവണ്ടിയിൽ നിന്നും വീണത് ട്രാക്കിന് സമീപം താമസിക്കുന്നവർ അറിഞ്ഞിരുന്നില്ല. ഇന്നലെ കുറച്ചു നേരം ട്രെയിൻ ഓഫ് ഇരിക്കുന്നുണ്ട്. എന്താണെന്നറിയാൻ അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോഴാണ് ആരെ ചാടിയെന്ന് പറഞ്ഞു ഒരാൾ പറഞ്ഞായിരുന്നു. കൊല്ലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന മെമോ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റാണ് ട്രാക്കുകളുടെ മധ്യഭാഗത്ത് വീണ് കിടക്കുന്ന പെൺകുട്ടിയെ കണ്ടത്. തീവണ്ടി നിർത്തി ചില നാട്ടുകാരുടെ സഹായത്തോടെ പെൺകുട്ടിയെ ട്രെയിനിൽ തന്നെ വർക്കലയിൽ എത്തിച്ച് അവിടെ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. തള്ളിയിട്ടതാണ്. അവിടെ നിന്ന് വേറെ മെമ്മോയില് വർക്കല റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവിടെ നിന്നാണ് ഞാൻ മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്നാണ് ഇൻക്യുബേറ്റർ എല്ലാം ചെയ്ത് വെന്റിലേറ്ററാക്കി ഇവിടെ കൊണ്ടുവന്നു. അപ്പം ബോധാവസ്ഥയിലാണ്. ആരൊക്കെയാണ് കൂടെ വന്നത് പോലീസുകാരാണ് വന്നത്. ബന്ധുക്കളൊന്നും വന്നിട്ടില്ല. ആ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് മിഷൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. ആ സമയത്ത് ബോധമില്ല. തലയ്ക്ക് നല്ല ഇഞ്ചുറി ഉണ്ട്. തലയ്ക്കാണ് കൂടുതൽ ഇഞ്ചുറി. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും RPF പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. ട്രെയിനിന്റെ വാതിൽ നിന്നും പെൺകുട്ടി മാറിയില്ലെന്നും ഇതിന്റെ ദേഷ്യത്തിലാണ് താൻ ചവിട്ടിയതെന്നുമാണ് പ്രതിയുടെ മൊഴി. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് പെൺകുട്ടിയെ തള്ളിയിട്ടതെന്ന് വരുത്തി തീർക്കാൻ ഇയാൾ ആദ്യം ശ്രമിച്ചു.
പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമവും നടത്തി. മദ്യലഹരിയിലായിരുന്ന ഇയാൾ പോലീസുമായി മൽപ്പിടുത്തവും നടത്തി. കസ്റ്റഡിയിലായ പ്രതി സുരേഷ് കുമാർ പലതവണ പോലീസിനെ മൊഴിമാറ്റി പറഞ്ഞ് വട്ടം ചുറ്റിച്ചു. ഇന്നലെ ഒരു ദിവസം മുഴുവൻ ഇയാളെ ചോദ്യം ചെയ്തെങ്കിലും ഇടയ്ക്ക് കുറ്റം സംബന്ധിച്ച പ്രതി പിന്നീട് ഇത് മാറ്റി പറഞ്ഞു. വധശ്രമവും റെയിൽവേ ആക്ട് പ്രകാരമുള്ള വകുപ്പുകളും ചേർത്താണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സ്ഥിരം മദ്യപാനിയാണ് സുരേഷ് കുമാർ. ഇയാളുടെ അമിത മദ്യപാനവും മർദ്ദനവും കാരണം ഭാര്യ പണ്ടേ പിണങ്ങിപ്പോയിരുന്നു. തള്ളിയിട്ട സുരേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാൾ അങ്ങനെ വലിയ പ്രശ്നക്കാരനൊന്നും അല്ല. നിരന്തരമായിട്ട് മദ്യപിക്കുന്ന ആളാണ്. അപ്പം മദ്യപിച്ചിട്ട് വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അതിൻ്റെ പേരിൽ ഭാര്യ ഉപേക്ഷിച്ച് പോയി. പക്ഷേ കുഞ്ഞുങ്ങൾ അയാളുടെ കൂടെയാണ്. കുഞ്ഞുങ്ങളെ അയാളാണ് സംരക്ഷിക്കുന്നത്. ഒരു 13-15 ഒക്കെ വയസ്സായ ഒരു മോനും മോളും ഉണ്ട്. ശ്രീകുട്ടി ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല. കുട്ടിയുടെ തലച്ചോറിൽ നിരവധി ക്ഷതങ്ങളുണ്ട്. ആദ്യം സർജിക്കൽ ICUവിലായിരുന്ന ശ്രീകുട്ടി ഇപ്പോൾ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള മൾട്ടി ഡിസിപ്ലിനറി ICUവിലാണ്. കേരളത്തിലടക്കം രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ സ്ത്രീകളെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയും കൊല്ലുകയും ചെയ്തു. 2011 ഷൊർണൂരിൽ 23-കാരി സൗമ്യയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ആക്രമിച്ചു കൊലപ്പെടുത്തി. മുളന്തുരുത്തി സ്വദേശിയായ യുവതിക്ക് അക്രമിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഗുരുവായൂർ പുനലൂർ എക്സ്പ്രസിൽ നിന്ന് ചാടേണ്ടി വന്നു. 2024 ഏപ്രിൽ 2-നാണ് തൃശൂരിൽ എറണാകുളം പട്ന ട്രെയിനിൽ നിന്ന് TTയെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ കോഴിക്കോട് വെച്ച് ഇതര സംസ്ഥാന തൊഴിലാളി ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ട് പണവും ഫോണും കവർന്നു. 2013 ഓഗസ്റ്റിൽ MBA വിദ്യാർത്ഥിനി ദിശയെ എറണാകുളം കോഴിക്കോട് യാത്രയിൽ മോഷണ ശ്രമത്തിനിടെ അക്രമി ട്രാക്കിലേക്ക് തള്ളിയിട്ടു. ഇടത് കണ്ണിന്റെ കാഴ്ചയും നഷ്ടമായി. 2014 ഒക്ടോബർ 20-ന് എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ കണ്ണൂർ സ്റ്റേഷനിൽ വെച്ച് മലപ്പുറം സ്വദേശിനിയെ തീയിട്ട് കൊലപ്പെടുത്തി. പെരുകുന്ന ക്രൂരതകളിൽ ചിലത് മാത്രമാണിത്. ലക്ഷക്കണക്കിന് വനിതകൾ യാത്ര ചെയ്യുന്ന ട്രെയിനുകളിൽ ഇപ്പോഴും സുരക്ഷ അവതാളത്തിലാണ്. ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ യാത്ര ചെയ്യുന്ന സാധാരണക്കാരാണ് കൂടുതൽ ഇരകളാകുന്നത്. ഇനിയും സുരക്ഷ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ട്രെയിനുകളും ട്രാക്കുകളും കുരുതിക്കളങ്ങളാകും. തിരുവനന്തപുരത്ത് നിന്നും മനീഷ് മഹിവാൽ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.